ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് ഷൈമ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇഡ്ഡലി റെസിപ്പി. കറക്റ്റ് മെഷർമെൻറ്റിൽ അരിയും ഉഴുന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഉഴുന്നും അളക്കണം. ഉഴുന്ന് 1 കപ്പ്. 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്ന മെഷർമെൻറ്റിലാണ് ഞാനെപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കാറ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉലുവ. ഇവ മൂന്നും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി കഴുകിയെടുത്തിട്ട് വരാം. ഇത് നന്നായി കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കുക, കാരണം നമ്മൾ ഇനി അരി അരക്കുമ്പോൾ ഈ വെള്ളം കളയില്ല. ഈ വെള്ളത്തിൽ തന്നെയാണ് അരി ഇനി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കാം. അരി കുതിരാൻ വെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് മുൻപായി ഈ വെള്ളം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ അരി അരച്ചാൽ മതി. വെള്ളം തികയാതെ വന്നാൽ മാത്രം കുറച്ച് വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്താൽ മതി. അരി ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. ചോറിന് പകരമായി നമുക്ക് അവിലും ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഫെർമെൻ്റ് ആയതിനു ശേഷം ഉപ്പ് ചേർത്താലും മതി. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരി അരക്കുന്നതിന് അരമണിക്കൂർ മുൻപായി അവിലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിരാൻ വെക്കാം. പിന്നെ അരി അരക്കുന്ന സമയത്ത് അവിൽ കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഉലുവ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇഡ്ഡലിക്ക് നല്ല രുചിയും മണവും ഉണ്ടാകും. അതുകൂടാതെ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി കിട്ടാനും ഉലുവ സഹായിക്കും. ഇത് ഞാൻ ഓവർനൈറ്റ് ഫെർമെൻ്റ് ആവാൻ വെക്കുകയാണ്. ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി ഫെർമെൻ്റായി കിട്ടും. കണ്ടോ, നമ്മൾ ഇന്നലെ അരി അരച്ച് വെച്ചത് നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറേ നേരം മിക്സ് ചെയ്യുമ്പോൾ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് പോകും. ഇനി ഞാനിത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് ഒഴിക്കുന്നതിന് മുമ്പായി ഞാൻ ഈ തട്ടിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കും. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടി. ഇത് ഒഴിച്ച് കഴിയുമ്പോഴേക്കും അത് തിളച്ചിട്ടുണ്ടാവും. 3 തട്ടിൽ ഞാൻ മാവൊഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ചോ എന്ന് നോക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഡ്ഡലി തട്ടി ഇറക്കി വെച്ച് ഇഡ്ഡലി വേവിച്ചെടുക്കാം. ഇഡ്ഡലി വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. നമുക്ക് നോക്കാം വെന്തോന്ന്. കണ്ടോ, ഇഡ്ഡലി ഇവിടെ നന്നായി പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ എടുക്കാൻ പാടില്ല. ഒരു 4-5 മിനിറ്റ് പുറത്ത് വെക്കുക എടുത്തിട്ട്, അതിൻ്റെ ചൂടൊന്നും ആറിക്കിട്ടുന്നത് വരെ. അതിനുശേഷം ഇളക്കിയെടുക്കാം. 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലിയൊക്കെ എടുത്ത് നമുക്ക് ഇളക്കി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാറും തേങ്ങാ ചട്നിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.